സുചന്ദ്രൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. ഈ പറഞ്ഞ പോലെ കത്രിക ചികിത്സാ പിഴവ്, ട്രംപ്, മെട്രോ പൂച്ച, ഇതൊക്കെയാണ് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. വളരെ വലിയ കോൺട്രാസ്റ്റുള്ള, ഒരുപാട് വ്യത്യാസമുള്ള, പല ഭാഗത്തു നിന്ന് വന്ന വാർത്തകൾ. പക്ഷേ ഈ പ്രധാനമായിട്ടും ചികിത്സാ പിഴവും ട്രംപിൻ്റെ വ്യാപാര കരാർ കോടതി റദ്ദാക്കിയതും പിന്നെ മെട്രോ പൂച്ചയും, ഇതാണ് ഒട്ടുമിക്ക പത്രങ്ങളിലെയും വാർത്ത. ഇലക്ഷൻ കാലം ആയതുകൊണ്ട് ധാരാളം ഇലക്ഷൻ വാർത്തകളുണ്ട്. മനോരമയിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ്. മനോരമ ഇന്നലെ രാത്രി 1:30 കൂടിയിട്ടാണ് ഈ പൂച്ചയെ, സുഭാഷിനെ രക്ഷിക്കുന്നത്. അപ്പോൾ അതിൽ വന്നിട്ടില്ല. പക്ഷേ ആ ഡ്രാമ മുഴുവൻ, ഇന്നലെ പകൽ നടന്ന കാര്യങ്ങൾ മുഴുവൻ ഇതിലുണ്ട്. ശരിക്കും ഇന്നലെ പകൽ നടന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ ക്രെയിനുകൾ, അതേപോലെ അനിമൽ റെസ്ക്യൂവിൻ്റെ വണ്ടി, ഫയർഫോഴ്സിൻ്റെ വണ്ടി, ഇതൊക്കെ വഴിയിൽ കിടക്കുന്നു. വഴിയിൽ കണ്ട ആൾക്കാർ എന്തോ വലിയ അപകടം നടന്നോ അല്ലെങ്കിൽ എന്താ സംഭവിച്ചതെന്നോ അറിയാതെ, പത്രത്തിനുള്ളിൽ ഉൾപേജിലെ വാർത്തയാണ് കേട്ടോ. എന്താണ് കാര്യമെന്ന് തിരക്കുമ്പോൾ സുരക്ഷാ ചുമതലയിലുണ്ടായിരുന്ന പോലീസുകാരും ഒക്കെ പറയുകയാണ് ചെറിയൊരു പൂച്ച ദൗത്യം നടക്കുകയാണ് എന്ന്. അങ്ങനെ എന്തായാലും ഒരു സംവിധാനം മുഴുവൻ ഒരു സഹജീവിയുടെ, അതൊരു മൃഗമാണെങ്കിൽ കൂടി പൂച്ചയാണെങ്കിൽ കൂടി അതിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒന്നിച്ച വാർത്ത ഒരേ സമയം കൗതുകകരമാണ്, അതേസമയം മറ്റൊരു കേരള സ്റ്റോറിയാണ്, മറ്റൊരു കേരള മോഡലാണ് എന്ന് നമുക്ക് അഭിമാനിക്കാം. പൂച്ച ഇറങ്ങി, മെട്രോ പതുങ്ങി എന്നാണ് മനോരമയുടെ വാർത്ത. മെട്രോ സർവീസ് നിർത്തിവെപ്പിച്ചൊരു പൂച്ച. മെട്രോ റെയിൽ തൂണിന് മുകളിൽ കുടുങ്ങിയ പൂച്ചയെ രക്ഷപ്പെടുത്തുന്നതിനായി 17 മിനിറ്റോളം ഇന്നലെ പകൽ സർവീസ് നിർത്തിവെച്ചിരുന്നു. പിന്നെ മുകളിൽ എത്തി അനിമൽ റെസ്ക്യൂ ഉദ്യോഗസ്ഥർ നോക്കിയപ്പോൾ പൂച്ചയുടെ ആരോഗ്യം നില തൃപ്തികരമാണെന്ന് കണ്ട് മെട്രോ സർവീസ് നിർത്തിവെക്കുന്ന രാത്രി 11 മണിക്ക് ശേഷമാണ് പൂച്ചയെ രക്ഷിച്ചത്. പൂച്ചയെ രക്ഷിച്ചത് 1:30 ഇതിൻ്റെ ഒരു കുറച്ച് വിശദാംശങ്ങൾ 15-ാം പേജിൽ. ഇതാദ്യമായല്ല മെട്രോയിൽ പൂച്ച കുടുങ്ങുന്നത് എന്ന മറ്റൊരു വാർത്ത കൂടിയുണ്ട്. എവിടെയായിരുന്നു അത്? 15-ാം പേജിൽ. മെട്രോ മിക്കിയും പേരില്ല പൂച്ചയും സുഭാഷിൻ്റെ മുൻഗാമികളായിരുന്നു. നഗരത്തെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയ മെട്രോ മിക്കിക്ക് 6 വർഷത്തിന് ശേഷമാണ് ഒരു പിൻഗാമി വന്നത്. ആദ്യമായി മെട്രോ പില്ലറിന് മുകളിൽ കുടുങ്ങിയ പൂച്ചയ്ക്ക് അന്ന് നഗരവാസികൾ ഇട്ട പേര് മെട്രോ മിക്കി എന്നാണ്. 2020 ജനുവരി 19-നാണ് മെട്രോ മിക്കിയെ വൈറ്റിലയിലെ 50 അടി ഉയരമുള്ള തൂണിന് മുകളിൽ കുടുങ്ങിയത്. അതിനുശേഷം മെട്രോയുടെ ചരിത്രത്തിൽ മറ്റൊരു പൂച്ചയും ഉണ്ടായിട്ടുണ്ട്. അത് പക്ഷേ ആലുവയിലായിരുന്നു. അതിന് പേരൊന്നും ഇടാൻ ആർക്കും മെനക്കെട്ടിരുന്നില്ല ആ സമയത്ത്. അത് വലിയ വാർത്താ പ്രാധാന്യവും നേടിയിരുന്നില്ല. ഏതായാലും ഈ സിനിമയുണ്ടല്ലോ, അതിലെ സുഭാഷേ കേറിവാട, മഞ്ഞുമൽ ബോയ്സ്, ആ ഒരു ക്യാരക്ടറിൻ്റെ പേരാണ് സുഭാഷ് ഇറങ്ങിവാട എന്ന് പറഞ്ഞ് ഇന്നലെ പകൽ മുഴുവൻ ഒരേ സമയം കൗതുക വാർത്തയായും വലിയ ഹ്യൂമൻ ഇൻട്രസ്റ്റഡ് വാർത്തയായിട്ടും നിലനിന്നത്. പ്രധാനപ്പെട്ട വാർത്ത മറ്റൊന്ന്, പത്തി മടങ്ങി എത്ര നാൾ ആരുടെ? ട്രംപിൻ്റെ. ഇന്ത്യക്ക് ആശ്വാസം, US തീരുവ 15% കുറഞ്ഞു. പക്ഷേ അതിൻ്റെ ഒരു പ്രതിസന്ധി എന്താണെന്ന് പറഞ്ഞാൽ, ഇന്ത്യയും US തമ്മിലുണ്ടാക്കിയ വ്യാപാര കരാർ ഇതോടെ അപ്രസക്തമാവുകയാണ്. എല്ലാ രാജ്യങ്ങൾക്കും ഒരേപോലെ തന്നെ ടാക്സ് റേറ്റ് മാറുകയാണ്. പക്ഷേ ട്രംപ് സ്വന്തം നിലയിൽ വീണ്ടും ടാക്സ് റേറ്റ് ഉയർത്താനുമുള്ള സാധ്യതയുണ്ട്. ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കി തീരുവ കൂട്ടാൻ മറ്റു മാർഗം തേടുമെന്ന് ട്രംപ് പറയുന്നു. 15% ചൊവ്വ മുതൽ തീരുവ. ട്രംപിൻ്റെ പത്തി തൽക്കാലം മടങ്ങിയിട്ടുണ്ട്. പക്ഷേ തുടർന്ന് ഇതെങ്ങനെയായിരിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട്. 9-ാം പേജിൽ അതിൻ്റെ ഒരു തുടർ വാർത്തയും കൊടുത്തിട്ടുണ്ട്. US തീരുവ 15%. പക്ഷേ അനിശ്ചിതാവസ്ഥ തുടരുന്നത് ഇങ്ങനെയാണ്. വ്യാപാര രംഗത്ത് സമ്മർദ്ദം ചെലുത്താൻ ട്രംപിന് വഴികളേറെയാണ്. തുടർ ചർച്ചകൾക്കായുള്ള ഇന്ത്യൻ സംഘത്തിൻ്റെ നാളത്തെ US യാത്രയെക്കുറിച്ച്, കരാറിനെ സംബന്ധിച്ചുള്ള യാത്രയെക്കുറിച്ച് ഇതോടെ അവ്യക്തതയായിരിക്കുന്നു. മോദിയുടെ സാമർഥ്യം പൊളിച്ചെന്ന് ഇതിനിടെ ട്രംപ് പറഞ്ഞു. ഇന്ത്യക്ക് തീരുവ ചുമത്തി വ്യാപാര കരാർ ഉണ്ടാക്കാനാണ് മോദി ശ്രമിച്ചത്. നേരത്തെ ഇത് തീർച്ചയായിരുന്നു. US-ന് കരാർ തീരുവയുണ്ടായിരുന്നില്ല. പ്രധാനമന്ത്രി ജെന്റിൽമാനാണ്, വലിയ മനുഷ്യൻ മോദി. പക്ഷേ US-ൻ്റെ അടുത്ത് വലിയ സാമർഥ്യം കാട്ടി നമ്മളെ കളിപ്പിക്കാനാണ് മോദി ശ്രമിച്ചത്. അത് ഞാൻ പൊളിച്ചു എന്നാണ് ഇന്നലെ ട്രംപ് ഇതേക്കുറിച്ച് പ്രതികരിച്ചത്. വ്യാപാര കരാറിൻ്റെ ഭാവിയെക്കുറിച്ച് ഇനി അറിയണം. മാതൃഭൂമിയിൽ ട്രംപിനെന്ത് കോടതി എന്നാണ് ഒന്നാമത്തെ തലക്കെട്ടായിട്ട് ചോദിക്കുന്നത്. തീരുവ പിന്നെയും കൂട്ടി. സുപ്രീം കോടതി വിധിക്ക് പുറമെ താൽക്കാലിക തീരുവ 15%-ആയി ട്രംപ് ഉയർത്തി. തീരുവ യുദ്ധത്തിന് മേൽ കടിഞ്ഞാനിട്ട US സുപ്രീം കോടതി വിധിയിൽ അരിശം തീരാതെ ഡൊണാൾഡ് ട്രംപ് വെള്ളിയാഴ്ച കോടതി വിധി വന്നതിന് പിന്നാലെ 150 ദിവസത്തേക്ക് 10% താൽക്കാലിക തീരുവ ചുമത്തി. അതായത് ഈ വിദേശ രാജ്യങ്ങൾക്ക് തീരുവ ചുമത്താനുള്ള നിയമത്തിനാണ് കോടതി തടയിട്ടത്. അതിന് പുറത്തുള്ള മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് ട്രംപ് ഇതേ പ്രതികാര ചുങ്കം ചുമത്തുന്നത് തുടരുകയാണ്. ഇന്ത്യക്കിതിൽ ഇതുവരെ പ്രതികരണമുണ്ടായിട്ടില്ല. പ്രതികരിക്കാതെ ഇന്ത്യ എന്ന വാർത്തയും ഇതോടൊപ്പം മാതൃഭൂമി നൽകിയിരിക്കുന്നു. മാതൃഭൂമിയുടെ 9-ാം പേജിലേക്ക് ചെന്നാൽ പുതിയൊരു ആയുധം എന്നാണ്. അതായത് തന്ത്രിയുടെ അറസ്റ്റ്
എങ്ങനെയാണ് കേരളത്തിലെ പ്രതിപക്ഷം പുതിയ ആയുധമാക്കുന്നത്? അറസ്റ്റ് മാത്രമല്ല, അറസ്റ്റും ജാമ്യവും. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റും ജയിൽവാസവും ഒടുവിൽ ജാമ്യം നൽകിക്കൊണ്ടുള്ള വിജിലൻസ് കോടതിയുടെ ഉത്തരവും സർക്കാരിനെതിരെ, CPM-നെതിരെ പുതിയൊരു രാഷ്ട്രീയ ആയുധമായി മാറുകയാണ്. തെളിവിൻ്റെ കണിക പോലുമില്ലാതെയാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തെന്ന കോടതിയുടെ നിരീക്ഷണമാണ് സർക്കാർ തന്ത്രിയെ കുടുക്കിയതാണ് എന്ന വിവാദത്തിന് വഴി തുറക്കുന്നത്. വരും ദിവസങ്ങളിലും ആ വിവാദം സജീവമായിരിക്കും. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ BJP-യും കോൺഗ്രസും ചേർന്ന് കഴിഞ്ഞു. ശ്രീധരൻപിള്ളയും BJP മറ്റ് രണ്ടാം നിര BJP നേതാക്കളും ഒപ്പം VD സതീശനുമൊക്കെ ആ ഭാഗത്ത് അണിനിരന്ന് കഴിഞ്ഞു. 10ാമത്തെ പേജിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക ഇനിയും വൈകിയേക്കുമെന്ന് മറ്റൊരു വാർത്തയുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മാർച്ച് 2-ാം വാരത്തോടെ ഉണ്ടാകുമെന്ന നിഗമനത്തിൽ സ്ഥാനാർത്ഥി നിയന്ത്രണത്തിൽ തിടുക്കം വേണ്ടെന്ന് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു. നിർണയത്തിൽ ഞായറാഴ്ച ഡൽഹിയിൽ ഹൈക്കമാൻഡുമായി നടത്താനിരുന്ന ചർച്ച 29ലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതിനർത്ഥം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക ഇനിയും നീളുകയാണ്. ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ചകൾക്ക്, ഉഭയകക്ഷി ചർച്ചകൾക്ക്, പ്രത്യേകിച്ച് ജോസഫ് ഗ്രൂപ്പുമായും അതേപോലെ മുസ്ലിം ലീഗുമായിട്ടുമൊക്കെയുള്ള ചർച്ചകൾക്ക് VD സതീശൻ്റെ യാത്ര തുടങ്ങിയതിനു ശേഷം സാവകാശം കിട്ടിയിട്ടില്ല. അതൊക്കെ കൂടി കഴിഞ്ഞതിന് ശേഷമേ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ തുടരൂ എന്നാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി ദേശാഭിമാനിയിലേക്ക് വന്നാൽ ആഗോള കേരള പഠന കോൺഗ്രസ് നടക്കുകയാണ്. അവിടെ CM നടത്തിയ പ്രസംഗത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങളാണ് ദേശാഭിമാനിയുടെ ഒന്നാമത്തെ ഹെഡ്ലൈൻ. കനിവിനായി കാത്തു നിൽക്കില്ല, മുന്നേറും സ്വന്തം കരുത്തിൽ. അതായത് കേന്ദ്രവിഹിതത്തിനായി കാത്തു നിൽക്കാതെ തനത് ഫണ്ടുകൾ സംഘടിപ്പിച്ച് കനിവിന് കാത്തു നിൽക്കാതെ സ്വന്തം കരുത്തിൽ മുന്നേറാനാണ് കേരളം ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ 4 വർഷം കൊണ്ട് മാത്രം 2 ലക്ഷം കോടിയോളം രൂപയാണ് കേരളത്തിന് കേന്ദ്രം നിഷേധിച്ചത്. എന്നിട്ടും കേരളം പിടിച്ചു നിന്നു എന്നാണ് 5ാമത് കേരള പഠന കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞത്. ദേശാഭിമാനിയുടെ 7ാം പേജിലേക്ക് ചെന്നാൽ വേറൊരു വാർത്ത അവിടെയുണ്ട്. അതായത് പ്രധാനമന്ത്രിയുടെ വീടിന് സമീപത്തെ, വസതിക്ക് സമീപത്തെ ചേരികൾ ഒഴിപ്പിക്കുന്നു എന്നാണ് ആ വാർത്ത. 800ഓളം കുടുംബങ്ങളെ 45 കിലോമീറ്റർ അകലേക്ക് മാറ്റും. ഉപജീവന മാർഗവും കുട്ടികളുടെ പഠനവും മുടങ്ങുമെന്ന ആശങ്കയിലാണ് ഈ കുടുംബങ്ങൾ. ലോക് കല്യാൺ മാർഗിലെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് സമീപത്തെ 3 ചേരിയിലെ 800ഓളം കുടുംബങ്ങളെ കുടിയിറക്കാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം. അതായത് ലോകത്തെ ഏറ്റവും കൂടുതൽ ചേരി നിവാസികളുള്ള രാജ്യമാണിത്. ട്രംപും മറ്റും നേരത്തെ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ചേരികളുടെ ഭാഗം കെട്ടിമറച്ച് ആ കാഴ്ച മറച്ചത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ആ മനുഷ്യരെ ഒന്നാകെ 45 കിലോമീറ്റർ ദൂരത്തേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുന്നത് പോലെ ആ മനുഷ്യരെ നിർമ്മാർജ്ജനം ചെയ്യാനാണ് ശ്രമിക്കുന്നത് എന്ന് ദേശാഭിമാനി പറയുന്നു. നഗരത്തിൻ്റെ അന്തസ്സിന് ചേരാത്തതരം മനുഷ്യരെ കാഴ്ചവട്ടത്തിന് പുറത്തേക്ക് മാറ്റി നിർത്തുന്ന വികസനത്തിൻ്റെ രാഷ്ട്രീയം വീണ്ടും തുടരുകയാണ്. വീക്ഷണം വീണ വകുപ്പ് തന്നെ സിസ്റ്റം തകരാർ. പട്ടാമ്പിയിൽ യുവതിയും ഗർഭസ്ഥ ശിശുവും മരിച്ചു എന്നുള്ള വാർത്തയാണ്. ഇന്നലെ ഒരു യുവതിയും ഗർഭസ്ഥ ശിശുവും കൂടി മരിച്ചത് വീണ വകുപ്പ് തന്നെ. ഈ വകുപ്പ് വീണിരിക്കുകയാണ്, സിസ്റ്റം വെന്റിലേറ്ററിലാണ് എന്ന് വീക്ഷണം ആവർത്തിക്കുന്നു. സിസ്റ്റം തകരാർ മൂലം പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു 9 മാസം ഗർഭിണിയായിരുന്ന യുവതിയും ഗർഭസ്ഥ ശിശുവും മരിച്ചു. തൃത്താല മേഴത്തൂർ കുളങ്ങര വീട്ടിൽ നാസറിൻ്റെ ഭാര്യ നൗഷിജ ആണ് മരിച്ചത്. എന്നാൽ ഇത് ആംനിയോട്ടിക് ഫ്ലൂയിഡ് എംബോളിസം, ആംനിയോട്ടിക് ഫ്ലൂയിഡ് എംബോളിസം എന്ന ഒരു പ്രത്യേക രോഗാവസ്ഥ. ഈ ഗർഭപാത്രത്തിലെ സ്രവം കുഞ്ഞിൻ്റെ രക്തത്തിൽ കലരുന്ന തരം ഒരു അപൂർവ രോഗാവസ്ഥയാണെന്ന് പിന്നീട് വന്ന വിശദീകരണം ഏതായാലും ഈ വാർത്തയിൽ കാണുന്നില്ല. ആ ഭാഗം കൊടുക്കാതെയാണ് ഈ വാർത്ത ഏതായാലും വീക്ഷണം കൊടുത്തത്. പൊലിഞ്ഞത് 2 ജീവനുകൾ എന്ന് പറഞ്ഞ് ജന്മഭൂമിയും ഇതേ വാർത്ത കൊടുത്തിട്ടുണ്ട്. 1ാമത്തെ തലക്കെട്ടായി വീണ്ടും ചികിത്സാ പിഴവ്, ഇതേ ആരോപണം തന്നെ. പക്ഷേ അതിൽ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്ന DMOയുടെ ഈ ആംനിയോട്ടിക് ദ്രാവകം കുഞ്ഞിൻ്റെ രക്തത്തിൽ കലരുന്നതാണ് മരണകാരണമെന്ന ആരോഗ്യവകുപ്പിൻ്റെ വിശദീകരണം ഏതായാലും ജന്മഭൂമി വാർത്തയിലുണ്ട്. ചന്ദ്രികയിലേക്ക് വരികയാണെങ്കിൽ ഇതുതന്നെയാണ്, സിസ്റ്റം കൊന്നു എന്ന, ഈ അമ്മയെയും മകളെയും ഗർഭസ്ഥ ശിശുവിനെയും കൊന്നു എന്ന വാർത്ത സിസ്റ്റം കൊന്നു എന്ന് പറഞ്ഞിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. സർക്കാരിനെതിരെ കത്രികപ്പൂട്ടായി പ്രതിഷേധം, സിസ്റ്റം ഔട്ട് കംപ്ലീറ്റ്ലി എന്ന സിനിമാ ഡയലോഗ് കൂടി ചേർത്ത് വെച്ചുകൊണ്ട് സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയാണ് ഏതായാലും ചന്ദ്രിക ദിനപത്രം.
ജന്മഭൂമിയിലെ മറ്റൊരു വാർത്ത കൂടി ഒന്ന് നോക്കിപ്പോകണമെന്ന് കരുതിയായിരുന്നു. ജീവനക്കാരുടെയും സംരംഭകരുടെയും ഡാറ്റ സർക്കാർ വിറ്റു എന്നാണ് പുതിയൊരു വാർത്ത. പുതിയൊരു ആരോപണം. CPM-ൻ്റെ നീക്കം സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ്. അതിങ്ങനെയാണ്: തെരഞ്ഞെടുപ്പ് നേട്ടം ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ പ്രചാരണത്തിന് വേണ്ടി പിണറായി സർക്കാർ ജീവനക്കാരുടെയും സ്വകാര്യ സംരംഭകരുടെയും ഡാറ്റ ചോർത്തി വിറ്റു എന്ന് ജന്മഭൂമി ആരോപിക്കുന്നു. ഇതോടെ സ്പാർക്കും മെഡിസെപ്പും വ്യവസായ വകുപ്പും സംശയനിഴലിലായി. മുഖ്യമന്ത്രിയുടെ പേരിൽ ജീവനക്കാർക്ക് വാട്സാപ്പിലേക്ക് വന്ന ഒരു സന്ദേശമുണ്ട്. അവകാശങ്ങൾ സംരക്ഷിക്കുമെന്ന മറ്റു പേരിൽ എല്ലാവർക്കും വന്ന സന്ദേശം. ഈ നമ്പറുകൾ എങ്ങനെ കിട്ടിയെന്നാണ് ജന്മഭൂമി ചോദിക്കുന്നത്. ഇത് ജീവനക്കാരുടെ ഡാറ്റ വിറ്റതാണെന്ന് പറയുന്നു. കേരളകൗമുദിയിലേക്ക് വന്നാൽ ട്രംപ് പിന്നോട്ടില്ല, ഇന്ത്യക്കുൾപ്പെടെയുള്ള താൽക്കാലിക തീരുവ 15%, മറ്റ് പത്രങ്ങളൊക്കെ തന്നെ മാധ്യമം തീരുവ റദ്ദാക്കൽ, ഇന്ത്യക്ക് 15%, സുപ്രഭാതം വ്യാപാര കരാർ പ്രതിസന്ധിയിൽ, ഇന്ത്യയുമായുള്ള വ്യാപാര കരാർ തുലാസിലെന്ന് മംഗളം. എല്ലാ പത്രങ്ങളും അതാണ് ഹെഡ്ലൈൻ ആക്കിയിരിക്കുന്നത്. സിറാജിൽ ഇന്ത്യ US തീരുവയിൽ വ്യക്തതയില്ല എന്ന വാർത്ത. അങ്ങനെ ഇന്ത്യ അമേരിക്കയുമായി ഉണ്ടാക്കിയ എല്ലാ കരാറുകളുടെയും അമ്മ, മദർ ഓഫ് ഓൾ ഡീഡ്സ് എന്ന ആ കരാർ തുലാസിലായിരിക്കുന്നു എന്ന വാർത്ത മലയാള പത്രങ്ങളെല്ലാം ഒന്നാമത്തെ തലക്കെട്ടാക്കുന്നു. ഒപ്പം രാഷ്ട്രീയ വാർത്തകളും ചെയ്തു. ഓക്കെ സുചന്ദ്രൻ, ശരി.